ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഒരു സ്നാക്ക് വീഡിയോ ആണ് ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സ്നാക്കിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. കോളിഫ്ലവറും പച്ചമുളകും കടലപ്പൊടിയും വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ്. ഇനി നമുക്കിത് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി മുറിച്ചെടുക്കാം. നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിന് വേണ്ട മസാല തയ്യാറാക്കാൻ വേണ്ടി കടലപ്പൊടി എടുത്തിട്ടുണ്ട്. കടലപ്പൊടിയിലേക്ക് നമ്മൾ കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, നമ്മൾ ഓൾറെഡി കോളിഫ്ലവറിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ. ഇനി അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ക്രിസ്പിനെസ് വരാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ഇത് പൊരിക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഒരു അധികം ലൂസും അല്ല എന്നാൽ അധികം കട്ടിയല്ല, അങ്ങനത്തെ ഒരു രൂപത്തിലാണുള്ളത്. ഈ ഒരു രൂപത്തിലെടുത്താൽ മതി. ഇത് നമ്മൾ കോളിഫ്ലവർ ഉപ്പും മഞ്ഞളിലോട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലിട്ട് മിക്സ് ചെയ്യാം. മുഴുവനായിട്ടും മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിത് എണ്ണയിൽ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു തവണ നമ്മൾ ഫ്രൈ ചെയ്തു കേട്ടോ, അതുകൊണ്ടാണ് വെളിച്ചെണ്ണയുടെ കളർ മാറിയത്. ഇത് രണ്ടാം വട്ടം ഫ്രൈ ചെയ്യുന്നതാണ്. അങ്ങനെ ഇത് ഒരു ചെറിയ ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ നമ്മൾ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലാതെ ഒന്നുമില്ലാതെ വെറുങ്ങനെയും കഴിക്കാം. വൈകുന്നേരം കട്ടൻ ചായയുടെ ഒപ്പം ഇത് ഉണ്ടാക്കി കഴിച്ചാൽ സൂപ്പറായിരിക്കും. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.